ബന്ധു എന്ന് പറഞ്ഞ് അന്ന് അലമുറയിട്ടു. ഇപ്പോൾ സതീശൻ മൗനി ബാബ. പിണറായി വിജയന്റെ കാലത്ത് 2022 അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചിരുന്നു. ഈ നിയമനം ഗവർണർ റദ്ദാക്കി. മാത്രമല്ല, ഈ നിയമനത്തിനെതിരെ UDF വലിയ തോതിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് മുൻനിരയിൽ നിന്നുകൊണ്ട് വാദിച്ചത്. അന്ന്, അതായത് 2022 ഓഗസ്റ്റ് 18 VD സതീശൻ, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ ഈ ഒരു നിയമനം, ഈ ബന്ധു നിയമനം അങ്ങേയറ്റം അനീതി നിറഞ്ഞതാണ് എന്നു മാത്രമല്ല, കഴിഞ്ഞ 6 വർഷം സർക്കാർ നടത്തിയിട്ടുള്ള, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയിട്ടുള്ള 6 വർഷത്തെ നിയമനങ്ങൾ മുഴുവൻ അന്വേഷിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ബന്ധു നിയമനം ആണ്. അത്തരത്തിലുള്ള പ്രസ്താവനയാണ് സതീശൻ നടത്തിയത്. ബന്ധു നിയമനമോ ആശ്രിത നിയമനമോ മാത്രമാണ് 6 വർഷം കൊണ്ട് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ നിയമനങ്ങളെല്ലാം തന്നെ പുനഃപരിശോധിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാകും. അങ്ങനെ ആവശ്യപ്പെട്ടയാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ. 2022 ഓഗസ്റ്റ് 18 അദ്ദേഹം ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇപ്പൊ നടക്കുന്നത്, കേരളത്തിൽ മുഴുവൻ നടക്കുന്നത്, വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമനങ്ങൾ, ബന്ധുക്കളെ നിയമിക്കുക, ഏറ്റവും CPMന്റെ ബന്ധുക്കളെ മുഴുവൻ നിയമിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് മുഴുവൻ റിസർവ് ചെയ്ത് വെക്കുക. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടന്നത് കേരളത്തിലെ ഒരു പൊതുസമൂഹവും കേരളത്തിലെ ചെറുപ്പക്കാരും എങ്ങനെയാണ്, ഒരു അക്കാഡമിക് സമൂഹം എങ്ങനെയാണിത് എടുക്കുന്നതെന്ന് ഗവൺമെന്റിന് ബോധ്യമാകണ്ടേ. ഗവൺമെന്റ് എന്നിട്ടും ന്യായീകരണം നടത്തിക്കൊണ്ട് ഈ ഇത്തരം ബന്ധു നിയമനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലും അക്കാഡമിക് സമൂഹത്തിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തായിരിക്കും എന്ന് സർക്കാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? രാഗേഷിന്റെ ഭാര്യയുടെ നിയമനം റദ്ദാക്കണം എന്ന് മാത്രമല്ല സതീശൻ ആവശ്യപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയിട്ടുള്ള 6 വർഷത്തെ നിയമനങ്ങളിൽ അന്വേഷണം നടത്തി അവരെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം എന്നുള്ള നിലയിലാണ് സതീശൻ അന്ന് നിലപാടെടുത്തത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സതീശൻ ഒരു കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു ഭാഷ കടമെടുത്തു പറഞ്ഞാൽ, ഇപ്പോൾ സതീശൻ മൗനി ബാബയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ആ പ്രശ്നം എന്ന് നമുക്ക് പരിശോധിച്ചാൽ, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സ്വന്തം സഹോദരി ഭർത്താവായ, അതായത് സ്വന്തം അളിയനായ ബെന്നി തോമസിനെയാണ് നിയമിച്ചത്. കൃത്യമായ ബന്ധു നിയമനം, സതീശൻ ഉന്നയിച്ച അതേ ബന്ധു നിയമനം. അന്ന് KPCC അധ്യക്ഷനായിരുന്ന, ഇപ്പോഴും അധ്യക്ഷനായിരിക്കുന്ന മന്ത്രി കൂടിയായ സണ്ണി ജോസഫും അന്ന് സതീശനെ പിന്താങ്ങിക്കൊണ്ട് വന്നിരുന്നു. അന്ന് LDF സർക്കാർ നടത്തിയതെല്ലാം ബന്ധു നിയമനമാണ് എന്നുള്ള നിലപാടിലേക്ക് എത്തിയ ആളാണ് സണ്ണി ജോസഫ് എന്നുള്ള കാര്യവും ഈ സമയത്ത് നമ്മൾ മറന്നുകൂടാ. അദ്ദേഹമാണ് ഇപ്പോൾ സ്വന്തം സഹോദരി ഭർത്താവിനെ, സ്വന്തം അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. ഇത് ബന്ധു നിയമനമല്ലേ സതീശ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ധാർമ്മികമായിട്ടുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് സതീശൻ ഇവിടെ മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിനോട് വിശദീകരണം ചോദിക്കാത്തത്? താങ്കൾ എന്തുകൊണ്ടാണ് ബന്ധു നിയമനം നടത്തിയത്? കാരണം ഇത് നമ്മുടെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്, എന്റെ നിലപാടാണ്. ബന്ധു നിയമനം പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തീർച്ചയായും സതീശന് ധാർമ്മികമായ ഒരു ബാധ്യതയുണ്ട് സണ്ണി ജോസഫിനോട് വിശദീകരണം തേടാൻ. പക്ഷെ അദ്ദേഹം തേടുന്നില്ല. അദ്ദേഹം അവിടെ മൗനി ബാബയായിരിക്കുകയാണ്, ഇപ്പോഴും മൗനി ബാബയായിരിക്കുകയാണ്. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ സണ്ണി ജോസഫിന് മൗനമായിരുന്നു. അന്ന് DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി VD സതീശൻ പോയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിയമസഭയിലില്ലായിരുന്നു. അങ്ങനെ തന്ത്രപരമായി രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് സതീശൻ രക്ഷപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ചോദ്യമുനയിൽ നിന്ന് ഭാഗ്യത്തിനാണ് സതീശൻ രക്ഷപ്പെട്ടത്. അന്ന് ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ഇല്ലായിരുന്നുവെങ്കിൽ സതീശൻ നിന്ന് വിയർക്കുന്ന കാര്യം നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് വിയർക്കുന്ന കാഴ്ച കേരളം
കാണേണ്ടതായിരുന്നു. കാരണം അത്ര രൂക്ഷമായിട്ടാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് സണ്ണി ജോസഫ് അളിയനെ നിയോഗിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബന്ധു നിയമനത്തെ എതിർത്തു വന്നിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ സതീശൻ വിയർത്തേനെ. സതീശൻ മൗനി ബാബയായി മാറിയേനെ. ഇപ്പോഴും മൗനി ബാബയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്നുവരെ സതീശൻ വാതുറന്നിട്ടില്ല. തന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് സതീശൻ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് അങ്ങേയറ്റം രൂക്ഷമായി ബന്ധു നിയമനത്തിനെതിരെ ആഞ്ഞടിച്ച സതീശൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ മൗനി ബാബയായിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം സ്വയം തയ്യാറായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. സ്വന്തം അളിയനെ ഇതാ തന്റെ കൺമുന്നിൽ നിയമിച്ചുകൊണ്ട് സണ്ണി ജോസഫ് നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കേണ്ടേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ? അല്ലെങ്കിൽ തന്റെ നിലപാട് ഇതാണ്, ബന്ധു നിയമനം പാടില്ല എന്നുള്ളതാണ് തന്റെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സണ്ണി ജോസഫിനോട് ഈ നിയമനത്തിൽ വിശദീകരണം ചോദിക്കേണ്ട സതീശൻ മൗനി ബാബയായിരിക്കുകയാണ്. എന്താണ് സതീശൻ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ? അങ്ങേക്ക് കഴിഞ്ഞ തവണ നാവുണ്ടായിരുന്നല്ലോ. 2022 അങ്ങ് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ബന്ധു നിയമനത്തെ കുറിച്ച്? ഓരോ ജില്ല തോറും കയറിയിറങ്ങി അങ്ങ് പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞില്ലേ ഈ ബന്ധു നിയമനം പാടില്ല, ഈ LDF സർക്കാർ നടത്തുന്ന മുഴുവൻ ബന്ധു നിയമനമാണ്, 6 വർഷം നടത്തിയത് മുഴുവൻ ബന്ധു നിയമനമാണ്, എല്ലാം അന്വേഷിക്കണം, എല്ലാം അന്വേഷിച്ചിട്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ട് ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഘോരം വാദിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇതാ സ്വന്തം മന്ത്രിസഭയിൽ ഒരാൾ കൺമുന്നിൽ അളിയനെ പിടിച്ച് കസേരയിരുത്തിയപ്പോൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സതീശൻ ഇക്കാര്യത്തിൽ മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് സതീശന് നാവിറങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് സതീശന് അന്നത്തെ വീര്യമില്ലാതെ പോയത്? പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊരു വീര്യമായിരുന്നു സതീശന് ബന്ധുത്വ നിയമത്തിന്റെ കാര്യത്തിൽ. ഇപ്പോഴെന്താണ് ആ വീര്യം ഇല്ലാതായി പോയത്? വീര്യം നിർജീവമായി പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അങ്ങ് മൗനം ലംഘിക്കാത്തത്? ഇക്കാര്യത്തിൽ അങ്ങയുടെ നിലപാടറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. കാരണം അങ്ങ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അങ്ങ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കേരളീയന്റെ ചെവിയിൽ അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അങ്ങ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന് കേരളീയർ ചോദിക്കുന്നത്. അങ്ങ് മൗനം പിടിയണം. സണ്ണി ജോസഫിനോട് വിശദീകരണം ചോദിക്കണം. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് താങ്കൾ തന്നെ സ്വയം വിശേഷിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ താങ്കൾ അണികളെ വിട്ട് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ നിലപാടുകളുടെ രാജകുമാരനാണെന്ന് തെളിയിക്കേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ VD സതീശന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ആ വിശേഷണം എവിടെ പോയി എന്നാണ് കേരളീയർ ഒന്നടങ്കം VD സതീശനോട് ചോദിക്കുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ ഒരാൾ അളിയനെ പിടിച്ച് കസേരയിലിരുത്തുമ്പോൾ ഇതാ കൺമുന്നിൽ അയാളിരുന്ന് പ്രൈവറ്റ് സെക്രട്ടറിയായി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു അളിയൻ കയറിയിരിക്കുമ്പോൾ ആ പഴയ വീര്യം എവിടെ പോയി സതീശൻ്റെതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹത്തിന് നിലപാടുകൾ എവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ധാർമ്മികമായിട്ടുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് സതീശൻ ഇവിടെ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ധാർമ്മികമായി വരുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് സതീശൻ മൗനി ബാബയായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. അതിന് VD സതീശൻ മറുപടി നൽകേണ്ടതുണ്ട്. സണ്ണി ജോസഫ് മിണ്ടുന്നില്ല. സണ്ണി ജോസഫ് ഇക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് പറയുന്നത് ഈ പറയുന്ന അളിയൻ എന്ന് പറയുന്ന സഹോദരി ഭർത്താവായിട്ടുള്ള ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്നത് കണ്ണൂരിലെ DCC സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു നിയമനം. അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയമുണ്ട്, അല്ലാതെ അളിയൻ എന്നുള്ള പരിചയമല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും പരിചയവും വെച്ചുകൊണ്ടാണ് ഇങ്ങനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് എന്ന് ഉള്ള ഒരു അഴകുഴമ്പൻ വിശദീകരണത്തിനപ്പുറത്തേക്ക് നിലപാടുകളുടെ രാജകുമാരനായ VD സതീശൻ പറഞ്ഞതുപോലെ ബന്ധുത്വ നിയമനം റദ്ദാക്കുക, ഈ സണ്ണി ജോസഫിന്റെ അളിയനെ നിയമിച്ച ഈ ഒരു നടപടി റദ്ദാക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കർശനമായി ഇടപെടുകയാണ് വേണ്ടത്. അങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തുറന്ന അതേ നിലപാട് ഇപ്പം തുറന്നുകൊണ്ട് ഈ സണ്ണി ജോസഫിന്റെ അളിയനെ അവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കുക എന്നുള്ളതാണ് നിലപാടുകളുടെ രാജകുമാരനാണെങ്കിൽ VD സതീശൻ ചെയ്യേണ്ടത്. പക്ഷേ ചെയ്യുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യം ഇപ്പോഴും ചോദ്യമായി തന്നെ നിലനിൽക്കും. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.